യുകെയിലെ ലേബർ മന്ത്രിസഭയിൽ നിന്നും ആദ്യ വിക്കറ്റ് വീണു. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന പെരുമയുമായി എത്തിയ ഗതാഗത മന്ത്രി ലൂയിസ് ഹൈക്കാണ് നാടകീയമായി രാജിവെച്ചത്. നീതിന്യായ മന്ത്രി ഹെയ്ഡി അലക്സാണ്ടറിനു പകരം നിയമിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് അറിയിച്ചിട്ടുണ്ട്. കീർ സ്റ്റാർമർ മന്ത്രിസഭയിലെ ഗതാഗത സെക്രട്ടറിയും 2015 മുതൽ ഷെഫീൽഡ് ഹില്ലെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുമുള്ള എംപിയുമാണ്. 2013 ഒരു വർക്ക് മൊബൈൽ ഫോൺ മോഷണം പോയി എന്ന് പോലീസിനോട് നുണ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ കുറ്റസമ്മതം നടത്തിയ ശേഷമാണ് ലൂയിസ് ഹേ ഗതാഗത സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിലും എംപി ആയി തുടരും. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ക്യാബിനറ്റ് അംഗമായി തന്റെ നിയമനം ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ് എന്ന് രാജിക്ക് ശേഷം പ്രധാനമന്ത്രി സ്റ്റാർമറിന് അയച്ച കത്തിൽ ലൂയിസ് ഹൈക്ക് പറഞ്ഞു. സർക്കാരിനെയും സ്റ്റാർമറുടെ നയങ്ങളെയും തുടർന്നും പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നും ഹൈക്ക് അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ദയാവധം നിയമവിധേയമാക്കുവാനുള്ള ബില്ലിന്മേൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു മന്ത്രിയുടെ അപ്രതീക്ഷിത രാജി. 2013 ഒരു രാത്രിയിൽ നടത്തിയ നൈറ്റ് ഔട്ടിനിടെ തന്റെ ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് UK പോലീസിനോട് പറഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം ലൂയിസ് ഹൈക്ക് സമ്മതിച്ചിരുന്നു. മൊബൈൽ ഫോൺ പിന്നീട് പോയിട്ടില്ല എന്ന് കണ്ടെത്തിയ വിവരം മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു മന്ത്രി. എന്നാൽ ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്ത ശേഷം തിരിച്ചു കിട്ടിയ കാര്യം വെളിപ്പെടുത്തേണ്ട എന്ന് ഒരു അഭിഭാഷകൻ ഉപദേശിച്ചതിനെ തുടർന്നാണ് ആ വിധത്തിൽ പെരുമാറിയത് എന്നും ലൂയിസ് ഹൈക്ക് പറഞ്ഞു. എന്നാൽ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് കേസ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന് കൈമാറി. കേസിൽ കുറ്റവാളിയെന്ന് കണ്ടെത്തിയെങ്കിലും കോടതി ലൂയിസ് ഹൈക്കിനെ ശിക്ഷിച്ചില്ല. പകരം മൈനർ കുറ്റകൃത്യമായി കണക്കാക്കി കേസ് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. എങ്കിലും ധാർമ്മികത മുൻനിർത്തി ലൂയിസ് രാജിവെക്കുകയായിരുന്നു. എന്തായാലും പഴയൊരു കള്ളത്തരത്തിന്റെ പേരിൽ ലൂയിസ് മന്ത്രിസ്ഥാനം രാജിവെച്ച വാർത്ത അതിവേഗമാണ് ചർച്ചകളിൽ ഇടം നേടി വൈറലായത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.